ഹായ് ആൾ. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അവർക്ക് ഇൻഹാൻഡ് സാലറി എത്ര കിട്ടും എന്നുള്ളത്. ഇതിനോടകം നടന്ന എക്സാമിനേഷൻ, അതായത് കഴിഞ്ഞ വർഷം നടന്ന എക്സാമിനേഷനിൽ, ഇതിനു മുമ്പ് നടന്ന എക്സാമിനേഷനിൽ നമ്മുടെ തന്നെ സ്റ്റുഡന്റ് ക്ലിയർ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് നിയമനം കിട്ടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സാലറി സ്ലിപ്പാണ് ഇന്ന് നമ്മളിവിടെ നിങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു സാലറിയോട് കൂടി ജോലി ചെയ്യാനുള്ള അവസരം ഈ ഒരു സാലറി സ്ലിപ്പ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ഒരു സാലറി സ്ലിപ്പ് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഈ എക്സാമിനേഷൻ ആർക്കൊക്കെ എഴുതാം എന്നൊരു സംശയമുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമെന്ന് കരുതുന്നു. പ്രധാനമായിട്ടും ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നത് സിവിൽ, മെക്കാനിക്കൽ, അതുപോലെ തന്നെ കെമിക്കൽ സ്ട്രീമുകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ്. ഇവിടെ നമ്മുടെ ഒരു സ്റ്റുഡന്റിന്റെ സാലറി സ്ലിപ്പാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ കാണുന്നത്. ഇവിടെ സാലറി ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ബേസിക് പേ എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് കാണാൻ കഴിയും. അത് 55,200 രൂപയാണ് ഇവിടെ ബേസിക് പേ ആയിട്ട് വരുന്നത്. ഡി എ ആയിട്ട് വരുന്നത് 12,144 രൂപയാണ്. HRA ആയിട്ട് വരുന്നത് 2,208 രൂപയാണ്. CCA ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഇനിയും പെർമനന്റ് കൺവീനിയൻസ് അലവൻസ് ആയിട്ട് 280 രൂപ കൂടി വരുന്നുണ്ട്. ഇനിയും ഇവിടെ ഒരു കാര്യം കൂടി നോക്കണം, ഇതിന് കൂട്ടത്തിൽ ഡിഡക്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഡിഡക്ഷൻ എത്രയാണ് വരുന്നത് എന്ന് നോക്കാം. ഇവിടെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിൽ അദ്ദേഹത്തിന് 1000 രൂപ ഡിഡക്ഷൻ വരുന്നുണ്ട്. NBS അതൊരു കോൺട്രിബ്യൂഷൻ ആണ്. 6% മുതൽ 10% വരെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് കൊടുക്കേണ്ടത്. അതിവിടെ 6,734 രൂപ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് PF ആണ്. PF നമ്മൾ നോക്കുമ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ മന്ത്ലി കോൺട്രിബ്യൂഷൻ ആണ്. അതും നമ്മൾ പറയുന്ന പോലെ നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ആ ഒരു കോൺട്രിബ്യൂഷൻ 3,500 രൂപ അദ്ദേഹം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്തത് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ആണ്. അത് അദ്ദേഹം 1000 രൂപ നൽകുന്നതായിട്ട് കാണും. അടുത്തതായിട്ട് ഫെസ്റ്റിവൽ അഡ്വാൻസ് ആണ്. അതായത് ഫെസ്റ്റിവൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് 20,000 രൂപ വരെ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ 20,000 രൂപ 4 മാസമായിട്ട് തിരിച്ചടയ്ക്കാം. 5 മാസമായിട്ട് തിരിച്ചടയ്ക്കാം. അങ്ങനെ 4,000 രൂപ വീതം അദ്ദേഹം തിരിച്ചടയ്ക്കുന്നുണ്ട്. അങ്ങനെ 4×5 20,000 രൂപയാണ്. പലിശ ഇല്ലാതെ തന്നെ തിരിച്ചടയ്ക്കാം. അങ്ങനെ കിട്ടിയ എമൗണ്ട് കൂടി തിരിച്ചടയ്ക്കുന്നതാണ് നമ്മളിവിടെ ഡിഡക്ഷനായി കാണുന്നത്. ഇതെല്ലാവർക്കും ഉണ്ടാവുന്നതല്ല, ഈ ഒരു അഡ്വാൻസ് എടുക്കുന്നവർക്ക് മാത്രം ഉള്ളതാണ്. ഇതിൽ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഇൻഷുറൻസ് കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ പെൻഷൻ കോൺട്രിബ്യൂഷനും കോൺട്രിബ്യൂട്ടറി പെൻഷനും നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്. അതിനുവേണ്ടി നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ആണ്. ആ എമൗണ്ടിന് ഒരു കൃത്യമായ പരിധിയുണ്ട്. ഒരു 10% മുതൽ 6% വരെയുള്ള ഈ ഒരു ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ വില്ലിങ്നെസ് അനുസരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ധാരണയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര രൂപ വരും എന്ന് നോക്കാം. ഇവിടെ ഇൻ ഹാൻഡ് സാലറി ആയിട്ട്, അതായത് ഡിഡക്ഷൻ ഇല്ലാതെ അദ്ദേഹത്തിന് 69,832 രൂപ സാലറി വരുന്നു എന്ന് കാണാൻ കഴിയുന്നു. അത് ഡിഡക്ഷൻ ഇതിനകത്ത് 16,234 രൂപയും കാണുന്നു. ഈ 16,234 രൂപയിൽ 4,000 രൂപ എന്ന് പറയുന്ന അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് വാങ്ങിയ സാലറിയുടെ ഡിഡക്ഷൻ ആണെന്ന് ഓർക്കണം. അപ്പോൾ അതില്ലാത്ത, അതായത് ഇതിനേക്കാളും ഒരു 4,000 രൂപയുടെ കുറവ് ഡിഡക്ഷൻ മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടാവുകയുള്ളൂ. ഏതാണ്ട് 12,234 രൂപ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ, ഇദ്ദേഹത്തിന് ഡിഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ നെറ്റ് പേ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് മന്ത്ലി വരുന്നത്, അതായത് 53,598 രൂപയാണ്. പ്ലസ് 4,000 രൂപ കൂടി നമ്മൾ കൗണ്ട് ചെയ്യേണ്ടതുണ്ട്, കാരണം അദ്ദേഹം അഡ്വാൻസ് വാങ്ങിയത് കൊണ്ടാണ്. ഇനിയും ഇത്രയും രൂപയാണ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരുന്നത്. അതായത് 57,598 രൂപ ഒരു ഉദ്യോഗാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു എയുടെ കൈകളിലേക്ക് വരും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ ഒരു കാര്യം. ഇത്രയും രൂപ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരാൾക്ക് കിട്ടുക, അല്ലെങ്കിൽ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ സാലറിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ളൊരു ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്ന രീതിയിലുള്ള ഒരു സാലറി സ്കെയിലിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വലിയ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റിലേക്ക് എത്താൻ കഴിയുന്ന ഒരു അവസരമുണ്ട്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നു. എക്സാമിനേഷൻ്റെ സ്ലോട്ടും വന്നിരിക്കുകയാണ്. സെപ്റ്റംബർ, നവംബർ സ്ലോട്ടുകളിലാണ്.
നമ്മൾ ഇതിനോടകം പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റ് തന്നെയാണ്. എക്സാമിനേഷൻ PSCയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും എക്സാമിനേഷൻ നടക്കാം ഈ ഒരു മാസത്തിനുള്ളിൽ. ചിലപ്പോൾ സെപ്റ്റംബറിലെ ആദ്യത്തെ ആഴ്ച തന്നെയായിരിക്കും എക്സാം നടക്കുന്നത് എന്ന് നമുക്ക് കരുതാം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ്റെ വളരെ നമ്മൾ പിന്നോട്ട് നിൽക്കുന്നു എന്ന് കണക്കാക്കണം. ഇപ്പോൾ തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങണം. വലിയ സിലബസ് ഉണ്ട്, അത് മുഴുവൻ പഠിച്ചു തീർക്കണം. ശേഷം ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യണം. എല്ലാം സ്മാർട്ട് വർക്കായിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് തീർക്കാൻ പറ്റുകയുള്ളൂ. ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം നമുക്ക് ഇവിടെ വിജയിക്കാൻ പറ്റത്തില്ല. ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തണം. മുൻവർഷ ചോദ്യ പേപ്പറുകൾ ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ അതിന് സമാനമായുള്ള MCQs ചെയ്ത് പഠിക്കണം. കേവലം ഈ ഒരു ലെവലിൽ നിൽക്കാതെ, ഈ ലെവലിൽ മാത്രം നിൽക്കാതെ കുറച്ചും കൂടി നിലവാരമുള്ള എക്സാമിനേഷനുകളൊക്കെ ചെയ്യുന്ന ലെവലിലേക്ക് ഉയരണം. അത്തരത്തിലാണ് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം PSC ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് ആവുന്നതനുസരിച്ച് എക്സാമിനേഷൻ്റെ നിലവാരവും ഉയരുകയാണ്. അതനുസരിച്ച് നിലവാരത്തിലേക്ക് എത്തുന്നവരായിരിക്കും ജോലിക്ക് എത്തുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ പിന്നിലോട്ട് പോകും. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ നല്ല തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ്. ഇതിനു മുമ്പ് നടന്ന എക്സാമിനേഷനും ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തതുകൊണ്ട് തന്നെയാണ് ഏണസ്റ്റ് അക്കാഡമിക്ക് 1ാം റാങ്കുകൾ ഉൾപ്പെടെയുള്ള നിരവധി റാങ്കുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞത്. നമ്മൾ എപ്പോഴും ഓർക്കുക, ഇതിനോടകം അവസാനം നടന്ന എക്സാമിനേഷന്റെ നിലവാരത്തിലായിരിക്കത്തില്ല എക്സാമിനേഷൻ, അതിനേക്കാളും നിലവാരത്തിലായിരിക്കും എക്സാമിനേഷൻ. അപ്പോൾ നമ്മുടെ ഒരു ഫോർകാസ്റ്റഡ് മൈൻഡോട് കൂടി ആയിരിക്കണം എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്തത്. ആ രീതിയിൽ തന്നെയാണ് ഏണസ്റ്റ് അക്കാഡമിയിൽ കോഴ്സുകൾ നൽകുന്നത്. ഇനിയും ഈ 1ാം റാങ്ക് ഉൾപ്പെടെയുള്ള നിരവധി റാങ്കുകൾ ഏണസ്റ്റ് അക്കാഡമിയിലേക്ക് തേടി എത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിലൊരാൾ നിങ്ങളായിരിക്കും എന്നതും സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന വളരെ പ്രധാനമായിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റിയിലെ ഒരു ജോലിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, 50,000-ലധികം, ഏതാണ്ട് 60,000-നടുത്ത് ശമ്പളം കിട്ടുന്ന ഇത്രയും ആകർഷകമായ ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ നിയമനം തിരുവനന്തപുരം, എറണാകുളം പോലൊരു നഗരത്തിലാണെങ്കിൽ ഈ സാലറി ലെവൽ ഇതിലും കൂടുമെന്നത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ മറക്കണ്ട, ഈ ഒരു ജോലി നിങ്ങൾക്കുള്ളതാണെന്ന് ഉറപ്പിച്ച് ഇന്ന് തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യാം. കോഴ്സിനെ പറ്റി അറിയുന്നതിനും കോഴ്സിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറക്കണ്ട, നിങ്ങളെ കാത്തിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലിയാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.